തിരുവനന്തപുരം ജില്ലയിലെ ചിറയൻകീഴിനടുത്ത് പെരിങ്ങുഴി എന്ന പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന പുണ്യപുരാതന ക്ഷേത്രമാണ് ഇടഞ്ഞുംമൂല ശ്രീ രക്തചാമുണ്ഡേശ്വരി ക്ഷേത്രം. ഇടഞ്ഞുംമൂല ശ്രീ രക്തചാമുണ്ഡേശ്വരി ക്ഷേത്രത്തിലെ ദൃശ്യങ്ങളാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഇഹജന്മത്തിൽ നമ്മെ ബാധിക്കുന്ന രോഗങ്ങളും മറ്റു ദുരിതങ്ങളും എല്ലാം മുൻ ജന്മത്തിലെ സുകൃതദോഷം കൊണ്ട് ഉണ്ടാകുന്നതാണ്. അവ പലതും മാറ്റാനുള്ള മാർഗങ്ങൾ പലർക്കും അറിയില്ല. അതറിയണമെങ്കിൽ ഇടഞ്ഞുംമൂല ശ്രീ രക്തചാമുണ്ഡേശ്വരി ക്ഷേത്രത്തിലെത്തണം. ദേവി അരുൾ പ്രകാരം ആഴ്ചയിൽ ഒരു ദിവസം മാത്രം നട തുറന്ന് പൂജ നടത്തുകയും പ്രശ്നവിധിയിലൂടെ പരിഹാരം നിർദ്ദേശിക്കുകയും ചെയ്യുന്ന അപൂർവ ക്ഷേത്രമാണ് ചിറയൻകീഴ് പെരിങ്ങുഴി ഇടഞ്ഞുംമൂല ശ്രീ രക്തചാമുണ്ഡേശ്വരി ക്ഷേത്രം. നമസ്കാരം. ഞാൻ ഇടഞ്ഞുംമൂല രക്തചാമുണ്ഡി ക്ഷേത്ര ആചാര്യനാണ്. ദേവി ബാലികാ രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ട സ്ഥലമാണിത്. ഇവിടെ അഭയം തേടി വരുന്ന ഏത് മക്കൾക്കായിരുന്നാലും ശരി, അമ്മ കനിയും. നിങ്ങളുടെ ദുഃഖങ്ങളെല്ലാം ദേവിയുടെ അടുത്ത് തുറന്നു പറഞ്ഞ് ദേവിയിൽ വിശ്വസിച്ച് വന്നു കഴിഞ്ഞാൽ ദേവി ഇവിടെ വരുന്ന എല്ലാ മക്കളെയും ഇതുവരെയും കനിഞ്ഞിട്ടുണ്ട്. പ്രധാനമായിട്ടും ഇവിടെ മെയിനായിട്ട് ദേവി ഇത് ചെയ്യുന്നത് ശത്രുദോഷം, മറ്റ് ഉപദ്രവദോഷങ്ങൾ, മംഗല്യ തടസ്സം ഉണ്ടെങ്കിൽ അത് പൂർണ്ണമായിട്ടും ദേവി ഇവിടെ നിന്ന് മാറ്റിക്കൊടുക്കുന്നുണ്ട്. നൂറുകണക്കിന് ആൾക്കാർക്ക് അത് മംഗല്യഭാഗ്യം നടന്നിട്ടുമുണ്ട്. സന്താനം കിട്ടാതെ വർഷങ്ങളോളം നിന്നിട്ട് ഇവിടെ ദേവിയുടെ അടുത്ത് വന്ന് അഭയം തേടിയിട്ടുണ്ട്. അങ്ങനെയും ദേവിയുടെ കൃപ ഉണ്ടാവും. പിന്നെ ഇവിടുത്തെ പ്രത്യേക പൂജയിൽ പ്രധാനമായിട്ട് ദേവിയുടെ ഇഷ്ട നിവേദ്യം എന്ന് പറയുന്ന ഒരു കടുംപായസമാണ്. ഒന്നിനും നിവർത്തിയില്ലാത്ത പാവപ്പെട്ട സാധുക്കൾക്ക് ഇവിടെ ദേവിയുടെ നടയിൽ വന്ന് ഒരു കടുംപായസം ഇട്ട് ദേവിക്ക് സമർപ്പിച്ചു കഴിഞ്ഞാൽ 21 ദിവസത്തിനകത്ത് സത്യസന്ധവും നീതിപൂർവമായ കാര്യം ദേവി നടത്തി കൊടുത്തിരിക്കും. ഇന്നും അത് കൃത്യമായിട്ട് നടന്നു വരുന്നുണ്ട്. അതുപോലെ എല്ലാ ദാമ്പത്യ കലഹം, മറ്റുള്ള രീതിയിലുള്ള എന്ത് പ്രശ്നങ്ങളായിരുന്നാലും ചെയ്യും ഓരോന്നും വന്ന് ദേവിയുടെ അടുത്ത് ദുഃഖം പറയുക, ദേവി അതിന് ഉള്ള പരിഹാരം തന്നിരിക്കും. ഇന്നുവരെയും നടന്നു വരുന്നത് അങ്ങനെയാണ്. ഇവിടുത്തെ പ്രധാന വഴിപാട് ശത്രുസംഹാര പൂജ, ഐശ്വര്യപൂജ, സർവകാര്യസിദ്ധി പൂജ, കടുംപായസം എന്നിവയാണ് ഇവിടുത്തെ പ്രധാന വഴിപാടുകൾ. പിന്നെ അതിനോടനുബന്ധിച്ച് അർച്ചനയും മറ്റും എല്ലാം അത് ഭക്തരുടെ ഇഷ്ടാനുസരണം എന്താണ് അതിനനുസരിച്ച് ചെയ്ത് ഇതിനെല്ലാത്തിനും ദേവിയുടെ കൃപയും ഐശ്വര്യവും പൂർണ്ണമായിട്ടും വരുന്ന ഭക്തർക്ക് ഇന്നും കിട്ടിക്കൊണ്ട് നിൽക്കുകയാണ്. അതിനെക്കൊണ്ട് എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും ദേവി സന്നിധിയിൽ വന്ന് ദേവിയുടെ അടുത്ത് ദുഃഖം പറഞ്ഞാൽ ഉറപ്പായിട്ടും അതിന് മോചനം ഉണ്ടായിരിക്കും. ഇവിടുത്തെ ദേവി കാരുണ്യവതിയാണ്, രക്തചാമുണ്ഡി ദേവിയാണ്, സ്വയംഭൂവായതാണ്. ബാലികാ രൂപത്തിൽ ഇവിടെ പ്രത്യക്ഷപ്പെട്ട് എനിക്ക് അനുഗ്രഹം തന്നിട്ട് ഇവിടെ ഇരിക്കുന്ന ദേവിയാണ്. അത്ഭുതങ്ങൾ തുടർച്ചയായി അരങ്ങേറുന്ന ഈ സന്നിധിയിൽ ഏറ്റവും ഒടുവിൽ നടന്ന ഒരു രോഗമുക്തി. ദീർഘകാലമായി കണ്ണീരിലാണ്ടിരുന്ന ഒരു കുടുംബത്തിന് വലിയ ആശ്വാസമായി മാറിയത് വലിയ പ്രചാരം നേടിയ സംഭവമാണ്.
കൊല്ലത്തെ പുരാതനമായ ഒരു തറവാട്ടിലെ 7 വയസ്സുകാരനായ ഇളമുറക്കാരൻ ബുദ്ധിക്ക് അല്പം വൈകല്യത്തോടെയാണ് ജനിച്ചത്. നിരവധി ചികിത്സകളും തെറാപ്പികളുമൊക്കെ നടത്തി പരാജയപ്പെട്ടപ്പോഴാണ് അവിടുത്തെ അമ്മ കുട്ടിയെ പെരുങ്ങുഴി ഇടഞ്ഞുമൂല ശ്രീ രക്തചാമുണ്ടേശ്വരി ക്ഷേത്രത്തിൽ കൊണ്ടുവന്നത്. പ്രശ്നത്തിൽ തെളിഞ്ഞത് പൂർവജന്മത്തിലെ കർമ്മഫലമായി ഉണ്ടായ ഒരു ചെറിയ ദോഷമായിരുന്നു. അതിനൊരു ചെറിയ പ്രതിവിധിയും ക്ഷേത്രത്തിൽ നിന്നും നിർദ്ദേശിച്ചു. ക്ഷേത്ര മേൽശാന്തിയും രക്തചാമുണ്ഡി ദേവി ഉപാസകനുമായ രാജാമണി ആചാര്യനാണ് പ്രശ്നം വെച്ചു നോക്കി ദോഷം കണ്ടുപിടിച്ചത്. അദ്ദേഹം തന്നെ ക്ഷേത്രത്തിൽ നിന്നും രോഗശമനത്തിന് നൽകുന്ന തീർത്ഥ ഔഷധജലം കുട്ടിക്ക് നൽകി. വ്രതാഷ്ഠാനത്തോടെ 2 ആഴ്ച തീർത്ഥ ഔഷധജലം നൽകുവാൻ മാതാപിതാക്കളോടും നിർദ്ദേശിച്ചു. എന്തായാലും ഒരാഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ കുട്ടിയുടെ സംസാരശേഷി വർദ്ധിക്കുകയും രോഗമുക്തിയുടെ കാര്യത്തിൽ കാര്യമായ പുരോഗതി ഉണ്ടാവുകയും ചെയ്തു. ഇടഞ്ഞുമൂല ശ്രീ രക്തചാമുണ്ടിക്ക് മുന്നിലെത്തി കടും പായസം സമർപ്പിച്ചാൽ ഏത് കാര്യവും 21 ദിവസത്തിനുള്ളിൽ സാധിച്ചു കിട്ടുമെന്ന് ഭക്തർ പറയുന്നു. എല്ലാ വെള്ളിയാഴ്ചയും 10:30 വരെയാണ് നട തുറന്നിരിക്കുന്നത്. എന്നാൽ 12 മണിവരെ പ്രശ്നം വെച്ച് ഫലം നോക്കി പറയും. വൈകിട്ട് 3 മണി മുതൽ 5:30 വരെ മാത്രമേ പിന്നീട് പ്രശ്നം പറയുകയുള്ളൂ. വിദ്യാഭ്യാസ ഉന്നതി, ഭാവി, മാംഗല്യ തടസ്സം, വസ്തുസംബന്ധമായ വ്യവഹാരങ്ങൾ, രോഗദുരിതങ്ങൾ, സാമ്പത്തിക പ്രാരാബ്ധങ്ങൾ, ദാമ്പത്യ കലഹങ്ങൾ, കുടുംബത്തിൽ അകാല മരണ കാരണമുണ്ടായിട്ടുള്ള ദോഷങ്ങൾ എന്നിങ്ങനെയുള്ള എല്ലാ പ്രശ്നങ്ങളും ഇവിടെ ആചാര്യൻ അമ്മയുടെ മുന്നിൽ സമർപ്പിക്കുന്നു. പ്രശ്നപരിഹാരങ്ങൾ ലഘുപൂജകളിലൂടെയും മറ്റും ആചാര്യനിലൂടെ അമ്മ കൽപ്പിക്കുന്നു. വർഷങ്ങളായിട്ട് ഞാൻ വരുന്നുണ്ട്. എൻ്റെ മനസ്സിൻ്റെ എന്ത് ദുഃഖമുണ്ടെങ്കിലും അമ്മയെ വിളിച്ച് പ്രാർത്ഥിച്ചാണ് ഞാൻ ഒഫീഷ്യലായിട്ടായാലും കുടുംബപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും അമ്മയുടെ അനുഗ്രഹം എനിക്ക് ലഭിക്കുന്നുണ്ട്. അതിനെല്ലാം നമ്മുടെ ആചാര്യനായ ശ്രീ രാജാമണി അദ്ദേഹം എന്നെ സഹായിക്കാറുണ്ട്. എനിക്ക് വളരെ വിശ്വാസമുള്ളൊരു അമ്പലമാണ്. എൻ്റെ എല്ലാ ദുഃഖങ്ങളും അമ്മ പരിഹരിച്ചു തരുന്നുണ്ട്. ആഗ്രഹങ്ങളും ദുഃഖങ്ങളും നിവാരണം നടത്തുന്നതിന് ഈ ദേവീ സന്നിധിയിൽ വന്നാൽ നടക്കുമെന്നാണ് എൻ്റെ ഇന്നുവരെയുള്ള അനുഭവങ്ങൾ. ഞാൻ അമ്മയെ കാണാനാണ് വന്നത്. ഞാൻ കാട്ടായിക്കുണത്തു നിന്നാണ് വരുന്നത്. ഈ അമ്മയെക്കുറിച്ച് അറിഞ്ഞ് അമ്മയുടെ ഒരിതിനു വേണ്ടി വന്നതാണ്. എൻ്റെ ഇവിടെ വന്നപ്പോൾ എനിക്ക് നല്ല സംതൃപ്തിയായി. അമ്മയെ കണ്ട് തൊഴുതു, വളരെ സന്തോഷമായി. ഇനിയും ദേവി എന്നെ വരാൻ സഹായിക്കട്ടെ, എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞു.
പെരിങ്ങുഴി ഇടഞ്ഞിമൂല ശ്രീ രക്തചാമുണ്ടേശ്വരി ദേവിക്ക് ഞങ്ങളുടെ അനന്തകോടി പ്രണാമം.